ഈ സഹോദരിക്കും മുന്നോട്ട് വന്ന് ചോദിക്കാൻ മടിയാണ്. അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ചാണ് അവരുടെ ചോദ്യം. അള്ളാഹുവിന്റെ ഇച്ഛയുണ്ടെങ്കിൽ എന്നാണ് കേൾക്കുന്നത് മുഴുവനും. എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ ഇച്ഛ പ്രകാരമാണ്. എല്ലാം നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നാൽ ഞാൻ എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും ഇത് അള്ളാഹുവിന്റെ ഇച്ഛ പ്രകാരമാണല്ലോ. അവൾ വീണ്ടും ചോദിക്കുന്നു, ആദമിനും ഹവ്വയ്ക്കും ഇടയിൽ നടന്നത് ഇതുതന്നെയല്ലേ? എല്ലാം നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് എനിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം? സഹോദരി വളരെ നല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരമാണെങ്കിൽ പിന്നെ എവിടെയാണ് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം? അമുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഇത് ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. വിധി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ മോഷ്ടിക്കാൻ പോയാൽ ആരെ കുറ്റപ്പെടുത്തണം? അള്ളാഹുവിനെ കുറ്റപ്പെടുത്തണം. എന്റെ വിധി തീരുമാനിച്ചിട്ടുണ്ട്. ഞാനൊരു കൊലപാതകം ചെയ്യുന്നു, ആരെ കുറ്റപ്പെടുത്തണം? അള്ളാഹുവിനെ കുറ്റപ്പെടുത്തണം. പിന്നെ എവിടെയാണ് സ്വതന്ത്രേച്ഛ? അള്ളാഹുവിന്റെ ഇച്ഛയാണെങ്കിൽ, വിധി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് സ്വതന്ത്രേച്ഛ? ഇതിനുള്ള ഉത്തരം ഇതാണ്. ഖദറിൽ വിശ്വസിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. പക്ഷെ വിധി എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണത്തിന്, ഒരു ക്ലാസ് റൂമിൽ 100 വിദ്യാർത്ഥികളുണ്ടെന്ന് വിചാരിക്കുക. ക്ലാസ് റൂമിൽ വെച്ച് അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ വർഷാവസാനം പരീക്ഷയ്ക്ക് മുൻപ് അധ്യാപകൻ പ്രവചിക്കുന്നു, ഈ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, ഈ വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടും, ഈ കുട്ടി പരാജയപ്പെടും. അധ്യാപകൻ പ്രവചിക്കുന്നു. എന്തുകൊണ്ട്? അധ്യാപകൻ അറിയാം ഈ കുട്ടി വളരെ പരിശ്രമിക്കുന്നവനാണെന്ന്, എപ്പോഴും ഗൃഹപാഠങ്ങൾ ചെയ്യുന്നു, അധികം പഠിക്കുന്നു. ഈ വിദ്യാർത്ഥി ശരാശരിയാണ്, സെക്കൻഡ് ക്ലാസ്. ആ വിദ്യാർത്ഥി സിനിമയ്ക്ക് പോകുന്നു, ഗൃഹപാഠം ചെയ്യാറില്ല, ക്ലാസ് നഷ്ടപ്പെടുത്തുന്നു. ആ വിദ്യാർത്ഥി പരാജയപ്പെടുമെന്ന് പ്രവചിക്കുന്നു. പരീക്ഷ നടന്ന് ഫലം വരുമ്പോൾ ആദ്യ വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ക്ലാസും രണ്ടാമത്തവന് സെക്കൻഡ് ക്ലാസും മൂന്നാമത്തവൻ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പരാജയപ്പെട്ട വിദ്യാർത്ഥിക്ക് അധ്യാപകനെ കുറ്റപ്പെടുത്താൻ സാധിക്കും? അധ്യാപകൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ചതുകൊണ്ടാണ് താൻ തോറ്റത് എന്ന് പറയാമോ? അധ്യാപകനെയാണോ വിദ്യാർത്ഥിയെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? ആരെ കുറ്റപ്പെടുത്തണം? വിദ്യാർത്ഥിയെയോ അധ്യാപകനെയോ? വിദ്യാർത്ഥിയെ. അധ്യാപകൻ പ്രവചിച്ചു, വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തണം. കാരണം അവൻ പഠിച്ചില്ല, അവൻ ഗൃഹപാഠം ചെയ്തില്ല, സിനിമയ്ക്ക് പോകൂ. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്കും സ്വതന്ത്രേച്ഛ നൽകിയിട്ടുണ്ട്. ഏതാണ് ശരിയെന്ന് ഏതാണ് തെറ്റെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുക്കേണ്ടത് താങ്കളാണ്. ഉദാഹരണത്തിന്, താങ്കൾ ഒരു നാൽക്കവലയിലെത്തി. അവിടെ എ, ബി, സി, ഡി എന്നീ 4 റോഡുകളുണ്ട്. ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. താങ്കൾ സി എന്ന റോഡ് തെരഞ്ഞെടുത്തു. അള്ളാഹുവിന് നേരത്തെ അറിയാം താങ്കൾ നാൽക്കവലയിൽ വരുമ്പോൾ സി എന്ന റോഡ് തെരഞ്ഞെടുക്കുമെന്ന്. അതുകൊണ്ട് അള്ളാഹു രേഖപ്പെടുത്തി, ഈ വ്യക്തി നാൽക്കവലയിൽ വരുമ്പോൾ സി എന്ന റോഡ് തെരഞ്ഞെടുക്കും. ഇത് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയത് താങ്കൾ തെരഞ്ഞെടുക്കുകയല്ല, പക്ഷെ താങ്കളുടെ ഇച്ഛ അള്ളാഹു രേഖപ്പെടുത്തിയതിനെ തെരഞ്ഞെടുക്കുകയാണ്. അല്ലാതെ സി എന്ന റോഡ് താങ്കൾ തിരഞ്ഞെടുക്കുമെന്ന് രേഖപ്പെടുത്തിയത് കൊണ്ടല്ല, താങ്കളുടെ ഇച്ഛയാണ് തിരഞ്ഞെടുക്കുന്നത്. അള്ളാഹുവിന് ഭാവി അറിയാം, അവൻ നേരത്തെ രേഖപ്പെടുത്തി വെക്കുന്നു. സി റോഡ് തിരഞ്ഞെടുത്തതിനു ശേഷം വീണ്ടും ഒരു നാൽക്കവലയിലെത്തുന്നു. അവിടെ 5 റോഡുകളുണ്ട്. 1, 2, 3, 4, 5. 12ാം ക്ലാസ് പാസ്സായ ശേഷം താങ്കൾ എഞ്ചിനീയർ ആവാം, താങ്കൾക്ക് ഡോക്ടറാവാം, താങ്കൾക്ക് വ്യാപാരിയാവാം. വ്യാപാരിയാവാൻ തെരഞ്ഞെടുത്തു. താങ്കളാണ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ അള്ളാഹുവിന് നേരത്തെ അറിയാം 12ാം ക്ലാസ് പാസ്സായ ശേഷം താങ്കൾ വ്യാപാരിയാവാൻ തെരഞ്ഞെടുക്കുമെന്ന്. അത് വ്യാപാരിയാവുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയത് കൊണ്ടല്ല, മറിച്ച് താങ്കൾക്ക് വ്യാപാരിയാവണം എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന് അത് നേരത്തെ അറിയാം. താങ്കൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് വേണമെങ്കിൽ നിഷ്പ്രയാസം മാറ്റം വരുത്താൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു ക്ലാസ്സിലെ ഗണിതശാസ്ത്ര പരീക്ഷയ്ക്ക് അധ്യാപകൻ 2+2 എത്രയാണെന്ന് ചോദ്യം നൽകുന്നു. ക്ലാസ്സിൽ നിരീക്ഷണം നടത്തുമ്പോൾ ഒരു വിദ്യാർത്ഥി 2+2 = 5 എന്നെഴുതിയിരിക്കുന്നു. അധ്യാപകൻ അത് തിരുത്തുന്നില്ല. അധ്യാപകന് തിരുത്താൻ സാധിക്കും. അധ്യാപകൻ തിരുത്തിയാൽ അധ്യാപകൻ അനീതിയാണ് ചെയ്തതെന്ന് താങ്കൾ പറയും. അധ്യാപകന് വേണമെങ്കിൽ 5 അല്ല 4 എന്ന് എഴുതൂ എന്ന് പറയാം. പക്ഷെ മറ്റു കുട്ടികൾ പറയും, ഇത് പരീക്ഷയാണ്, എന്തിനാണ് താങ്കൾ ഇടപെടുന്നത്? അള്ളാഹുവിന് വേണമെങ്കിൽ മാറ്റം വരുത്താം. പക്ഷേ സ്വതന്ത്ര ഇച്ഛ കാരണം താങ്കൾക്ക് അനുവാദം നൽകുകയാണ്. താങ്കൾ തീരുമാനിക്കുക. പരലോക ജീവിതത്തിനുള്ള പരീക്ഷണമാണിത്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, 67ാം അധ്യായം സൂറത്ത് മുൽക്ക് 2ാം വചനം, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ജീവിതം പരലോകത്തേക്കുള്ള പരീക്ഷണമാണ്. അള്ളാഹു ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് പറഞ്ഞു തരുന്നു. ഇനി നിങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത്. താങ്കളുടെ ഇച്ഛയിൽ അള്ളാഹു ഒരിക്കലും ഇടപെടുകയില്ല. വേണമെങ്കിൽ അവൻ ഇടപെടാൻ സാധിക്കും. ഖുർആൻ പറയുന്നു,
അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും വീഴുകയില്ല. അതുകൊണ്ട് എന്തു സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ചാണ്. പക്ഷേ തീരുമാനം നിങ്ങളുടേതാണ്. അതിനനുസരിച്ച് താങ്കൾക്ക് പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കും. ഉത്തരം പറഞ്ഞെന്ന് വിചാരിക്കുന്നു.